വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇറാനിലെ ടെഹ്റാനിൽ വെച്ചായിരുന്നു. എന്നാൽ കൊലപാതകത്തിന് ശേഷം കൊല നടത്തിയ രീതിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ലോകം മുഴുവൻ പ്രചരിച്ചിരുന്നു. ഇതിൽ കൂടുതൽ ചർച്ചകൾ നടന്നത് മൊസാദ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹനിയ ഇറാനിലെത്തിയാൽ സ്ഥിരം താമസിക്കാറുള്ള ഗസ്റ്റ് ഹൗസിൽ ബോംബ് വെച്ചിരുന്നെന്നും അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ചെന്നുമായിരുന്നു. എന്നാൽ ഇറാൻ അവരുടെ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം പറയുന്നത് റൂമിനകത്ത് വെച്ചല്ല, റൂമിന് പുറത്തു നിന്ന് തന്നെയാണ് ഇസ്മായിൽ ഹനിയെ കൊല്ലാനുള്ള പദ്ധതികൾ നടന്നത് എന്നാണ്. ഒരു ഹ്രസ്വദൂര പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ പറയുന്നത്. അതിന് പിന്നിൽ ഇസ്രായേൽ അല്ലാതെ മറ്റാരുമല്ലെന്നും ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്നത് ഇസ്മായിൽ ഹനിയയുടെ കൊല ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന്. അതിനുവേണ്ടി അവർ ഏകദേശം 7 കിലോഗ്രാം തൂക്കം വരുന്ന സ്ഫോടക വസ്തുക്കളുള്ള ഒരു വാർ ഹെഡ് ഉപയോഗിച്ചു എന്നാണ് റവല്യൂഷണറി ഗാർഡ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, അതിന് അമേരിക്കയുടെ കൃത്യമായ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നാണ് റവല്യൂഷണറി ഗാർഡ് പറയുന്നത്. ഇറാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അത് അതിന്റെ സമയത്തും സ്ഥലത്തും നടക്കുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ശക്തമായ പരാജയം സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്ത് ഇതുപോലൊരു ആക്രമണം നടത്താൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെയാണ് ഇറാന്റെ തന്നെ നേതാക്കന്മാരെ സംരക്ഷിക്കാനാവുക? കുറച്ചു മാസം മുമ്പാണ് ഇസ്രായേൽ സിറിയയിലെ ഇറാന്റെ എംബസിക്ക് നേരെ ആക്രമണം നടത്തിയത്. എന്നാൽ അതിനേക്കാൾ എത്രയോ ഗുരുതരമായ വിഷയമാണ് സ്വന്തം തലസ്ഥാന നഗരിയിൽ വെച്ച് തങ്ങൾ വിളിച്ചു വരുത്തിയ അതിഥിയെ സംരക്ഷിക്കാൻ കഴിയാതെ പോവുക എന്നത്. ആ കൊലപാതകത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ബാധ്യത ഇറാനുണ്ട്. അതിന് മറുപടി നൽകാൻ ഒരേ സമയം സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയും അതേസമയം തന്നെ യുദ്ധ വ്യാപനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് അമേരിക്ക. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന അമേരിക്ക ഗസയിലെ ജനങ്ങൾ കൊല്ലപ്പെടുന്നതിന് തടയാനാകുന്ന ഒരു സംവിധാനവും അവർക്ക് നൽകുന്നില്ല. പകരം ഇസ്രായേലിനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെന്റഗൺ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി കൂടുതൽ സേനയെ അമേരിക്ക വിന്യസിക്കുന്നുണ്ട് എന്നാണ്. കൂടാതെ യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ്. ഇതിനർത്ഥം മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ യാതൊരു ഭയവും കൂടാതെ സാധാരണ ജനങ്ങളെ കൊന്നില്ലാതാക്കാൻ ഇസ്രായേലിനെ കൂടുതൽ പ്രാപ്തമാക്കുക എന്നതല്ലാതെ മറ്റെന്താണ്? ഒരേ സമയം ഇസ്രായേലിനെ മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഇസ്രായേലിന്റെ എതിർചേരിയെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന തന്ത്രമാണ് അമേരിക്കയുടേത്. എന്നിട്ടും ലോക മനസാക്ഷിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അമേരിക്കയുടെ ഈ ക്രൂരമായ സമീപനത്തിനെതിരെ ശബ്ദിക്കാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. ഇത്രയൊക്കെ മുൻകരുതലുകൾ എടുക്കുമ്പോഴും അമേരിക്കയും ഇസ്രായേലുകളും ഇറാനെയും ഇറാന്റെ പ്രോക്സികളെയും ഭയപ്പെടുന്നുണ്ട് എന്നത് സത്യമാണ്. ഹിസ്ബുള്ളയിൽ നിന്നും ഇറാനിൽ നിന്നും ശക്തമായ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ സന്നാഹങ്ങൾ അവർ ഒരുക്കുന്നത്. വിരളി പിടിച്ച കാട്ടുപന്നിയെ പോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ. എല്ലായിടവും തേറ്റകൾ ഉപയോഗിച്ച് കുത്തിമറിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആരും പിടിച്ചു കിട്ടാനില്ലാതെ ഭ്രാന്തിലകി നടക്കുന്ന അവസ്ഥ. അവർ ലബനനിൽ ആക്രമിക്കുന്നു, യമനിൽ തെരുവാഴ്ച നടത്തുന്നു, ഇറാനിൽ ചതിപ്രയോഗങ്ങൾ നടത്തുന്നു, ഗസയിൽ താണ്ഡവ നടനത്തിലൂടെ ഫലസ്തീനികളെ ചവിട്ടി മെതിക്കുന്നു. ഈ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും ഇസ്രായേൽ അഭയാർത്ഥികളായ ഫലസ്തീനികൾ താമസിക്കുന്ന മറ്റൊരു സ്കൂളുകൾ കൂടി ആക്രമിച്ചു തകർത്തു. അവിടെ കൂടി കൂട്ടക്കൊല നടത്തി. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 17-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനു പുറമെ ദർ അൽ ബലയിലെ അൽ അക്സ ഹോസ്പിറ്റലിലെ കോർട്ട്യാർഡിൽ ടെന്റുകളിൽ ഉറങ്ങുകയായിരുന്ന ഫലസ്തീനികൾക്ക് നേരെയും ബോംബ് വർഷിച്ചു. 18-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി പേരും കൊല്ലപ്പെടുകയും ചെയ്തു. നിരാലംബരായ ജനങ്ങൾ ഉറങ്ങുമ്പോഴാണ് സ്കൂളിലും ആശുപത്രിയിലും വ്യോമാക്രമണം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എത്ര ഹൃദയശൂന്യമായ പ്രവൃത്തിയാണ് ഇസ്രായേലിൻ്റെത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്.
ഈ ഇസ്രായേലിനെ സഹായിക്കാനാണ് അമേരിക്ക പടക്കപ്പലും യുദ്ധസാമഗ്രികളുമായി വരുന്നത്. ഷെയ്ഖ് റിദ്വാനിനടുത്തുള്ള സ്കൂളിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയത്. ആയിരക്കണക്കിന് അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളായിരുന്നു അത്. ആ സ്കൂളിലാണ് വിവേചനരഹിതമായി ഇസ്രായേൽ ആക്രമിച്ചത്. കൊല്ലപ്പെട്ടവരുടെ ശരീരങ്ങളും ക്ലാസ് മുറികളിലും വരാന്തകളിലുമെല്ലാം തന്നെ ചിതറിക്കിടക്കുകയാണ്. ഒരാക്രമണം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ജനങ്ങൾ പരിഭ്രാന്തരായി പരക്ക് പായുമ്പോൾ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുന്ന ദുരന്തത്തിന്റെ ആഘാതം എത്ര വലുതായിരിക്കും. ഈ സ്കൂൾ പൂർണ്ണമായും തകർന്നു. കൊല്ലപ്പെട്ടവരുടെ ശരീരാവയവങ്ങളും രക്ഷാപ്രവർത്തകർ എടുത്തുകൊണ്ടുപോകുന്ന അതിദയനീയമായ കാഴ്ചകൾ എത്ര കണ്ടിട്ടും മനസ്സ് വേദനിക്കാത്ത ശിലാഹൃദയരായി മാറിയ ഇസ്രായേലികൾ, അതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്ക. അതിനിടെ സംഘർഷഭരിതമായ ഇസ്രായേൽ ലബനൻ ബോർഡറിൽ നിന്നും ഹിസ്ബുള്ള വീണ്ടും 50-ലധികം റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു. ഗോലാൻ കുന്നുകളിൽ നിരവധി സ്ഫോടനങ്ങൾ നടക്കുന്നത് കാണാമായിരുന്നു. ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റോക്കറ്റുകൾ തകർക്കുന്നതും കാണാമായിരുന്നു. സദൺ ലബനനിലെ താമസക്കാരോട് രാത്രിയിൽ ബോംബ് ഷെൽട്ടറുകളിൽ തന്നെ കഴിയാൻ ലബനൻ ഹിസ്ബുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ലബനൻ ഇസ്രായേൽ സംഘർഷം ശക്തി പ്രാപിക്കുകയില്ല എന്നല്ലാതെ അത് താരതമ്യേന കുറഞ്ഞു വരുന്നതായി കാണുന്നില്ല. ലബനന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതും ലഭ്യമായിട്ടില്ല. അതേസമയം ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളായ ഹൈഫയിലും ടെലവീവിലും ജനസാഗരം തീപ്പന്തമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പ്രതിഷേധ ചൂടിൽ കത്തി എരിയുകയാണ് ഹൈഫയും ടെലവീവും ജെറുസലേമുമെല്ലാം. 10 മാസത്തോളമായി ഹമാസിന്റെ കൈകളിലുള്ള ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നായിരിക്കുകയാണ്. വെടിനിർത്തലും ബന്ദിമോചനവും സാധ്യമാകുന്ന ഒരു കരാർ ആഴ്ചകളായി മേശപ്പുറത്ത് കിടക്കുമ്പോഴാണ് ആ കരാറിനെ തുരങ്കം വെച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ കൂലിപ്പട്ടാളം ഹമാസിന്റെ തലവനെ വധിക്കുന്നത്. അത് വെടിനിർത്തൽ കരാറിനെ ദുർബലമാക്കുന്നത് തന്നെയാണെന്നാണ് ഇസ്രായേലിലെ നല്ലൊരു ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത്. അതിന്റെ പ്രതിഫലനം കൂടിയാണ് പ്രതിഷേധത്തിന്റെ ജ്വാലയിൽ നാം കാണുന്നത്. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നവർ ഹമാസിന്റെ തലവനെ കൊന്നത് കരാറിനെ ദുർബലമാക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലികളിൽ അത്തരം ആശങ്ക ഉണ്ടാകുന്നത് നെതന്യാഹുവിനോടുള്ള പ്രതിഷേധം ആളിപ്പടരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 9 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതിൽ അൽ ഖസം ബ്രിഗേഡിന്റെ ലീഡറും കമാൻഡറുമായ ഹൈത്തം ലാഡി ഉണ്ടായിരുന്നു. ഇസ്രായേൽ സേന പറയുന്നത് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ഹമാസിന്റെ ഫൈറ്റേഴ്സ് ആണെന്നാണ്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷികളുമായി ഒന്നിച്ചൊരാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് പുറത്തുവരുന്നത്. അത് എപ്പോൾ എവിടെയെന്നത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക സർവ്വസന്നാഹങ്ങളുമായി ഇസ്രായേലിനെ സംരക്ഷിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്.